ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ അനുശോചനത്തെ കൊടുക്കുന്ന സഖാവിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, സഖാവ് എ.വി. റസലിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള നിര്യാണം ഉയർത്തിയ വേദനയുടെ നടുവിലാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ ഒരു സാധാരണ ജീവിതത്തിലൂടെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും പിന്നീട് യുവജന ഫെഡറേഷൻ്റെ നേതാവായിരിക്കുമ്പോഴും കഠിനമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന വളരെ ഉയർന്ന ഒരു പദവിയിലേക്ക് ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവുമായിരുന്നു സഖാവ് എ.വി. റസൽ. നേരത്തെ ലോക ജനാധിപത്യ യുവജന സംഘടനയുടെ അൾജിയേഴ്സിൽ ചേർന്ന ലോക യുവജന സമ്മേളനത്തിലുൾപ്പെടെ പങ്കെടുത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും മാത്രമല്ല ലോകത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള ആശയവിനിമയത്തിലും ചർച്ചയിലുമൊക്കെ പങ്കാളിയാകാൻ അവസരം ലഭ്യമായ ആ അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിച്ച ഒരു യുവജന നേതാവായിരുന്നു സഖാവ് എ.വി. റസൽ. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയപ്പെടും പോലെ ചികിത്സയ്ക്ക് ചെന്നൈയിലെത്തി ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് എല്ലാ അർത്ഥത്തിലും തയ്യാറെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സഖാവിനെ നമുക്ക് നഷ്ടപ്പെടുന്നത്. സഖാവുമായി നേരത്തെ തന്നെ പലതരത്തിലുള്ള ബന്ധമുണ്ടെങ്കിലും സംഘടനാ പ്രവർത്തന രംഗത്ത് അത്തരം ബന്ധങ്ങൾ പുലർത്തുന്നുണ്ടെങ്കിലും പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഖാവിൻ്റെ നേതൃത്വ പാഠവും എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള കഴിവും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് വളരെ നിശബ്ദമായി എന്നാൽ എല്ലായിടത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാനുള്ള പ്രത്യേകതയുമൊക്കെ അടുത്തു നിന്ന് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് നിൽക്കുന്നില്ല. നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ മുന്നണിക്ക് അതിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കമില്ലാതെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിക്കുകയാണ്. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഇവിടെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചില സ്ഥാന ലബ്ധികളും മാറ്റങ്ങളും ഒക്കെയായി അവിടെ നിന്നും ഫോണിൽ സംസാരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥ സംഘടനാ പ്രവർത്തനത്തിനകത്ത് സൃഷ്ടിക്കാൻ വല്ലാത്ത നേതൃത്വപരമായ പാഠവും തന്നെ സഖാവ് കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോട്ടയം ജില്ലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നികത്താനാവാത്ത ഒരു നഷ്ടമാണ് സഖാവിൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായത്. സഖാവ് എ.വി. റസലിൻ്റെ ഓർമ്മകൾ ഏറ്റവും കരുത്തോടെ വരുന്ന തലമുറ ഇപ്പോഴും എപ്പോഴും ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. സഖാവിൻ്റെ കുടുംബത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്തിനുമുണ്ടായ നഷ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സു നമിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം. NCPS നേതാവ് ശ്രീ P.K. ആനിബപ്പൻ. പ്രിയപ്പെട്ടവർ, എ.വി. റസൽ നമ്മളെ വിട്ടുപോയിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാ മരണവും ദുഃഖമാണ്. നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചാൽ അതൊരു ദുഃഖമായിട്ട് തന്നെ തളങ്കെട്ടിരിക്കുമെങ്കിലും മഹത്തായ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കോട്ടയം ജില്ലയുടെ അമരത്തിലെന്ന് പ്രവർത്തിക്കുന്ന വലിയ പാർട്ടിയുടെ നേതാവ് നമ്മളെ വിട്ടു പോകുമ്പോൾ അതൊരു വലിയ വിടവാണ്, നഷ്ടമാണ്. ഈ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ ഒരുപക്ഷെ കോട്ടയത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തുമുള്ള ആൾക്കാർ ഓടിയെത്തി CPIM-ൻ്റെ DC-യിൽ ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ ഞങ്ങളും പങ്കാളിയായിരുന്നു. അതിനുശേഷം നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അതോടൊപ്പം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുമൊക്കെ ഈ
നാട്ടിലെത്തിയത്. അത് തന്നെ ആ നേതാവിനെ സംബന്ധിച്ചുള്ള ജനകീയ മുഖമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 പാർട്ടികളാണ് ഇന്നുള്ളത്. അതിൽ കോട്ടയത്ത് നമ്മുടെ ഒരു 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടെ നമ്മളോടൊപ്പം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടികൾക്കും എല്ലാ അവസരങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ CPM-ൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരം ഒരു നേതാവിൻ്റെ മെയ്വഴക്കം ഒരുപക്ഷെ കോട്ടയത്ത് കാണാൻ കഴിഞ്ഞത് 2019 ശേഷം അദ്ദേഹം വന്നതിന് ശേഷമാണ്. അത് വലിയൊരു ത്യാഗമനോഭാവത്തിൻ്റെ, ഒരു ദീർഘമായ വീക്ഷണത്തിൻ്റെ, ഒരു കാഴ്ചപ്പാടിൻ്റെ ഒക്കെ വലിയൊരു ഫലമായിട്ടാണ് വന്നത്. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും നമ്മൾ കണ്ട ഒരു കാഴ്ച അതാണ്. എല്ലാ കക്ഷികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി പല കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ കോട്ടയത്തെ ഒന്നായി കണ്ടുകൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നാന്ദി കുറിക്കുകയും അത് നേതൃത്വപരമായ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയ ഉത്തമമായ കാഴ്ചയായിരുന്നു അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും CPIM-നെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ആ കുടുംബത്തെ സംബന്ധിച്ചും അതൊരു വലിയ തീരാ നഷ്ടമാണ്. അതോടൊപ്പം മറ്റ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം വലിയ ഒരു നഷ്ടമായി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയും അതോടൊപ്പം തന്നെ ഇവിടെ അനുശോചിച്ച എല്ലാവരും അത് സൂചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ ദുഃഖത്തിൽ NCPS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. CPIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് VBB. വേദിയിലെ വളരെ ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, സഖാവ് AV റസൽ സഹോദര തുല്യമായി ദീർഘവർഷക്കാലം ഒന്നിച്ച് പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും സഖാവുമായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു സഖാവിൻ്റെ വേർപാട് എന്ന് നമ്മൾക്കെല്ലാം അറിയാം. സഖാവ് AV റസലിൻ്റെ വേർപാട് പൊതുസമൂഹത്തിനും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും പാവപ്പെട്ടവരും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയെന്നുള്ളത് കഴിഞ്ഞ 2-3 ദിവസക്കാലം അവിടെ ഓടിയെത്തിയ 10,000-കണക്കിന് മനുഷ്യരുടെ തേങ്ങലുകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ വേദനകൾ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞു. ഒരുപാട് കാലം ഈ സമൂഹത്തിൽ സാധാരണക്കാരന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെയായി മാറിയ പ്രിയപ്പെട്ട റസൽ അപ്രതീക്ഷിതമായി ഇതുപോലൊരു വേർപാട് വന്നപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ അതീവ ദുഃഖവും വേദനയും എല്ലാം ഉണ്ടാക്കി. ആ ദുഃഖത്തിൽ പങ്കുചേരാൻ ഈ നാട്ടിലെ ബഹുജനങ്ങളെല്ലാം ഓടിയെത്തി. ആ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സഖാവ് പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യമായി സ്നേഹിച്ച റസലിൻ്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് KV ബിന്ദു. വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഖാവ് AV റസലിയേട്ടൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂടുന്ന അനുശോചന യോഗത്തിൽ സഖാവിനെ കുറിച്ചുകൂടെ എല്ലാവരും വളരെ വിശദമായി സംസാരിച്ചു. ഞാൻ DYFയിൽ വരുന്ന സമയത്ത് സഖാവ് DYFയുടെ സെക്രട്ടറി ആയിരുന്നു ജില്ലയിൽ. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സംഘടനാ പ്രവർത്തന രംഗത്ത് കാർക്കശമായ നിലപാട് എടുക്കുമെങ്കിലും വ്യക്തിപരമായി ഓരോ സഖാവിൻ്റെയും കുടുംബാംഗങ്ങളെ വരെ മുഴുവനായി അറിയുവാൻ പ്രത്യേകം റസലിയേട്ടൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരെന്നുള്ള നിലയിൽ സ്ത്രീകൾ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി അവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം കുടുംബങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കെയർ കൊടുക്കുന്ന കാര്യത്തിൽ സഖാവ് പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു.
തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും CPIM-നെ സംബന്ധിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് സഖാവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മരണം രംഗബോധമില്ലാത്തൊരു കോമാളി എന്ന് പറയുമ്പോഴും ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സഖാവിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ അനുശോചന യോഗം അവസാനിക്കുകയാണ്. റസലിൻ്റെ കഴിഞ്ഞകാല സംഘടനാ പ്രവർത്തന രംഗവും അതേപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും വ്യത്യസ്ത തലങ്ങളെ ബഹുമാന്യർ ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചു. ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ അവർകൾ, അതേപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, ഈ സമ്മേളനത്തിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ മുഴുവൻ ആളുകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും.